Hamiltonian graphs. First, we are discussing about Hamiltonian paths. A Hamiltonian path in a graph G is a path which contains every vertex of G. So, we know about paths. What is a path? A path is a walk which contains distinct vertices. Okay, so a path will become Hamiltonian if it contains every vertex of G. ഓക്കെ സോ എ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫ് ജിയിലെ എല്ലാ വെർട്ടെക്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാത്തിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത്. ബൈ ഡെഫിനിഷൻ നോ വെർട്ടെക്സ് ഓഫ് എ പാത്ത് ഈസ് റിപ്പീറ്റഡ്. അല്ല, പാത്തിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ വാക്ക് വിച്ച് കണ്ടെയ്ൻസ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് ആയിരുന്നു. സോ ഒരു പാത്തിൽ എന്ത് ചെയ്യില്ല, വെർട്ടെക്സ് ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഇനി ഹാമിൽട്ടോണിയൻ പാത്തിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഹാമിൽട്ടോണിയൻ പാത്ത് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാത്ത് വിച്ച് കണ്ടെയ്ൻസ് എവറി വെർട്ടെക്സ് ഓഫ് ജി. ജിയിലെ എല്ലാ വെർട്ടെക്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാത്താണ് ഹാമിൽട്ടോണിയൻ പാത്ത്. സോ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഹാമിൽട്ടോണിയൻ പാത്ത് അത് ആ ജിയിലെ എല്ലാ വെർട്ടെക്സിനെയും ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് അതൊരു പാത്ത് ആയതുകൊണ്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വെർട്ടെക്സ് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പാടില്ല, അല്ലേ? സോ അതിലെ എല്ലാ വെർട്ടെക്സിനെയും അതെന്തേ ഉള്ളൂ, ഇറ്റ് കണ്ടെയ്ൻസ് എവറി വെർട്ടെക്സ് ഓഫ് ജി വൺസ് ആൻഡ് ഓൺലി വൺസ്, എക്സാക്ട്ലി വൺസ് ഉള്ളൂ അതിലെ എല്ലാ വെർട്ടെക്സിനെയും ഈ ഹാമിൽട്ടോണിയൻ പാത്ത് കണ്ടെയ്ൻ ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ. A Hamiltonian cycle or Hamiltonian circuit in a graph G is a cycle which contains every vertex of G. Okay, so ഇവിടെ only difference is that Hamiltonian pathന് പകരം ഇവിടെ എന്താണ്, cycle ആണ്. So cycle, it is a cycle and it contains every vertex of G. ജിയിലെ എല്ലാ വെർട്ടെക്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്കിളിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഓക്കെ, ഒരു ഗ്രാഫിനെ നമ്മൾ ഹാമിൽട്ടോണിയൻ എപ്പോഴാണ് പറയുക? ഇഫ് ഇറ്റ് ഹാസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. ഒരു ഗ്രാഫിൽ ഹാമിൽട്ടോണിയൻ സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ എന്ത് പറയും? ഹാമിൽട്ടോണിയൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹാമിൽട്ടോണിയൻ പാത്തിനും ഹാമിൽട്ടോണിയൻ സൈക്കിളിനും ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഗ്രാഫ് G2 നോക്കൂ. ഇതിൽ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട്, അല്ലേ? ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ഗ്രാഫിലെ എല്ലാ വെർട്ടിസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാത്ത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു പാത്ത് DCAB കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതിലെ എല്ലാ വെർട്ടെക്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാത്താണ്. സോ അതെന്താണ്? ഇറ്റ് ഈസ് എ ഹാമിൽട്ടോണിയൻ പാത്ത്. Okay, so this graph G2, it has a Hamiltonian path DCAB. Next, G3 നോക്കും. G3യിൽ നമുക്കൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടെന്ന് പറയാം. ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സൈക്കിൾ വിച്ച് കണ്ടെയ്ൻസ് എവറി വെർട്ടെക്സ് ഓഫ് ദ ഗ്രാഫ്. സോ ഈ G3യിലെ എല്ലാ വെർട്ടിസസുകളെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സൈക്കിളിനെ നമുക്ക് പറയാം ABDCA. So ഇതെന്താണ്? This is a cycle and it contains every vertex of G3. So G3 എന്താണ്? It has a Hamiltonian cycle, and since it has a Hamiltonian cycle, we can call G3 as a Hamiltonian graph. ഇനി ഇവിടെ നോക്കൂ, ഇതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണല്ലേ. സോ ഈ ഗ്രാഫിലെ ഈ ലാസ്റ്റ് എഡ്ജ്, ഈ ഒരു എഡ്ജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഗ്രാഫ് G2, അല്ലേ? സോ ഈ ഹാമിൽട്ടോണിയൻ ഗ്രാഫിലെ ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫോം ചെയ്യാൻ കഴിയും? ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഫോം ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഹാമിൽട്ടോണിയൻ സൈക്കിളിൽ നിന്നും ലാസ്റ്റ് എഡ്ജ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹാമിൽട്ടോണിയൻ സൈക്കിൾ പാത്ത് ഫോം ചെയ്യാൻ കഴിയും. സോ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഹാമിൽട്ടോണിയൻ പാത്ത് ഫോം ചെയ്യാം. ഇനി നേരെ തിരിച്ചു നോക്കൂ, ഇതെന്താണ്? ഒരു ഹാമിൽട്ടോണിയൻ പാത്താണ്. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു എഡ്ജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവുന്നുണ്ട്? ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഫോം ചെയ്യാൻ കഴിയും, അല്ലേ? സോ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ഇങ്ങനെ ഒരു എഡ്ജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഫോം ചെയ്യാം. പക്ഷേ എല്ലാ കേസസിലും ഒരു ഹാമിൽട്ടോണിയൻ പാത്തിൽ നമുക്കൊരു എഡ്ജ് ആഡ് ചെയ്തത് കൊണ്ട് ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഫോം ചെയ്യാൻ കഴിയണം എന്നില്ല. ഇൻ ദിസ് സ്പെഷ്യൽ കേസിൽ, ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹാമിൽട്ടോണിയൻ പാത്തിൽ നിന്നും ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഫോം ചെയ്യാൻ കഴിയും. പക്ഷേ എല്ലാ കേസിലും അത് പോസിബിൾ ആവണമെന്നില്ല. നെക്സ്റ്റ് ഒരു റിസൾട്ടാണ്. ദ എൻ സൈക്കിൾ CN ഈസ് ഹാമിൽട്ടോണിയൻ. എന്താണ് എൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സൈക്കിൾ വിത്ത് n ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് ആൻഡ് n എഡ്ജസ്. n ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് ഉള്ള, സോ എന്തുണ്ടാവും? n എഡ്ജസും ഉണ്ടാവും. അങ്ങനെ n ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസും n എഡ്ജസുമുള്ള ഒരു സൈക്കിളിനെയാണ് നമ്മൾ CN എന്ന് പറയുന്നത്. അതായത് ദ എൻ സൈക്കിൾ, ആൻഡ് ദിസ് എൻ സൈക്കിൾ ഇറ്റ് വിൽ ബി ഹാമിൽട്ടോണിയൻ. സോ എൻ സൈക്കിളിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ദിസ് വൺ
ഇതെന്താണ്? ദിസ് ഇസ് എ 4 സൈക്കിൾ. ഓക്കെ, ഇവിടെ എന്തുണ്ട്? 4 ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസും ഉണ്ട്, 4 ഡിസ്റ്റിങ്ക്റ്റ് എഡ്ജസും ഉണ്ട്. സോ ദിസ് ഇസ് എ 4 സൈക്കിൾ. ആൻഡ് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം ഇതെന്താണ്? ദിസ് ഇസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ അല്ലേ? കാരണം എന്താണ്? ഇതിലെ എല്ലാ വേർട്ടിസസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സൈക്കിൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. ആൻഡ് അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഒരു ഗ്രാഫ്, ഈ ഗ്രാഫ് എന്താണെന്ന് പറയാം? ഹാമിൽട്ടോണിയൻ ആണെന്ന് പറയാം. ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? അതിലൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. സോ this one is a Hamiltonian graph. So ഏതൊരു n സൈക്കിൾ എടുത്തിട്ടുണ്ടെങ്കിലും ബൈ ഡെഫിനിഷൻ അതെന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന റിസൾട്ട് കെ എൻ, ദ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ എൻ വേർട്ടിസസ് കെ എൻ, അത് ഹാമിൽട്ടോണിയൻ ആയിരിക്കും എന്നാണ്. ഓക്കെ, സോ കെ എൻ ഹാമിൽട്ടോണിയൻ എന്നാണ് എന്ന് പറയുന്നത് നമ്മൾ എൻ സൈക്കിൾ ഹാമിൽട്ടോണിയൻ ആണ് എന്ന റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ്. സോ അതിനു മുമ്പ് ഒരു ഗ്രാഫ് ജി തന്നിട്ടുണ്ട് ആൻഡ് ദിസ് ഗ്രാഫ് എന്താണ്? ഇറ്റ് ഈസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൂപ്പർ ഗ്രാഫ് ജി ഡാഷ് എന്ന് പറയുന്നത് ഈ ജി എന്ന ഗ്രാഫിൻ്റെ സൂപ്പർ ഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജി ഡാഷും എന്തായിരിക്കും? ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, സോ ജി ഒരു ഗ്രാഫാണെങ്കിൽ അതിൻ്റെ സൂപ്പർ ഗ്രാഫായ ജി ഡാഷും ഹാമിൽട്ടോണിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? ഇവിടെ ജി ഡാഷ് എന്താണ്? ജിൻ്റെ സൂപ്പർ ഗ്രാഫാണ്. ആൻഡ് ജി ഡാഷ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ഇൻ ന്യൂ എഡ്ജസ് ബിറ്റ്വീൻ വേർട്ടിസസ് ഓഫ് ജി. അതായത് നമുക്ക് സൂപ്പർ ഗ്രാഫായ ജി ഡാഷ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ സബ് ഗ്രാഫായ ജി അല്ല, ഈ ജിയിൽ ന്യൂ എഡ്ജസ്, അതിൻ്റെ വേർട്ടിസസുകൾക്കിടയിൽ ന്യൂ എഡ്ജസ് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സൂപ്പർ ഗ്രാഫായ ജി ഡാഷ് കിട്ടുന്നത് അല്ലേ? സോ നമ്മൾ ഇതിലേക്ക് എന്താണ്? ജി ഡാഷിലേക്ക് എത്താൻ, സൂപ്പർ ഗ്രാഫ് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കൂടുതൽ എഡ്ജസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ജിയിൽ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ, ജിയിൽ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടെങ്കിൽ ജി ഡാഷിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ സൈക്കിൾ എന്ത് ചെയ്യുന്നില്ല? ജി ഡാഷിലേക്ക് എത്തുമ്പോൾ റിമൂവ് ആയി പോകുന്നില്ല. അത് സൈക്കിൾ എന്ത് ചെയ്യും? അത് അവിടെ തന്നെ ഉണ്ടാവും. സോ ജിയിൽ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ജി ഡാഷിലും ആ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യും. സോ ജി എന്താണ്? ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ സൂപ്പർ ഗ്രാഫായ ജി ഡാഷും എന്താണെന്ന് പറയാം? ഹാമിൽട്ടോണിയൻ ആയിരിക്കും എന്ന് പറയാം. സോ ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ കെ എൻ ഹാമിൽട്ടോണിയൻ ആണെന്ന് പറയുന്നത്. സോ കെ എന്നിനെ നമുക്ക് എൻ സൈക്കിളിൻ്റെ സൂപ്പർ ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഗ്രാഫ് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ദിസ് ഈസ് ദ 4 സൈക്കിൾ അല്ലേ? ആൻഡ് ഈ ഗ്രാഫിന് എന്താ പറയുന്നത്? ദിസ് ഈസ് K4 കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 4 വേർട്ടിസസ്, അതാണ് ഇത് അല്ലേ? ആൻഡ് ഇവിടെ നോക്കൂ, ഈ 4 സൈക്കിളിൻ്റെ സൂപ്പർ ഗ്രാഫാണ് K4 അല്ലേ? അതിലെന്താണ്? എഡ്ജസ് ആഡ് ചെയ്തിട്ട് കിട്ടിയ ഗ്രാഫാണ് K4. സോ K4 സൈക്കിളിൻ്റെ സൂപ്പർ ഗ്രാഫാണ് K4. സോ നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് ഒരു ഗ്രാഫ് ജി അത് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ സൂപ്പർ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആയിരിക്കും. സോ ഇവിടെ 4 സൈക്കിൾ എന്താണ്? അത് ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് K4 ഹാമിൽട്ടോണിയൻ ആണെന്ന് പറയാം. സോ നമ്മൾ ഏതൊരു എൻ സൈക്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിലും കെ എന്നിന് നമുക്കതിൻ്റെ സൂപ്പർ ഗ്രാഫാണ്. കെ എൻ എന്തായിരിക്കും? അതിൻ്റെ സൂപ്പർ ഗ്രാഫ് ആയിരിക്കും. സോ എല്ലാ എൻ സൈക്കിളും നമ്മൾ നേരത്തെ പറഞ്ഞു എൻ സൈക്കിൾ എന്താണ്? ഇറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ. സോ അതിൻ്റെ സൂപ്പർ ഗ്രാഫായ കെ എന്നും എന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ ആയിരിക്കും. നെക്സ്റ്റ് റിസൾട്ട് പറയുന്നത് എ ഗ്രാഫ് ജെ വിൽ ബി ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ. ഒരു ഗ്രാഫ് ജി ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ. ഓക്കെ, അതിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആയാൽ മാത്രമേ ഉള്ളൂ ഒരു ഗ്രാഫ് ജി ഹാമിൽട്ടോണിയൻ ആവുക. അതേപോലെ ഒരു ഗ്രാഫ് ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫും എന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ ആയിരിക്കും. സോ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ്, ഒരു ഗ്രാഫിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ദ ഗ്രാഫ് ജി അല്ല, ആ ഗ്രാഫിൻ്റെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കും. ആൻഡ് ഈ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഗ്രാഫ് ജിയിലെ ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസിനെ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ? സോ ദിസ് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ദ ഗ്രാഫ് ജി. ഇനി ഇതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ, ഈഫ് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാഫ് ജി ഹാമിൽട്ടോണിയൻ ആണ് എന്ന് സപ്പോസ് ചെയ്തു. വി ഹാവ് ടു ഷോ ദാറ്റ് ഇറ്റ്സ് അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ. അതിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെന്ന് കാണിക്കണം. സോ ഗ്രാഫ് ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ഈ ജിയിൽ എന്തുണ്ടാവും? അതിലൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യും. അതായത് ആ ഗ്രാഫ് ജിയിലെ എല്ലാ വേർട്ടിസസും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്കിൾ എന്ത് ചെയ്യും? ഈ ഗ്രാഫ് ജിയിൽ എക്സിസ്റ്റ് ചെയ്യും. ഇനി അതിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അണ്ടർലൈങ്
അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഈ ഗ്രാഫിലെ ലൂപ്സിനെയും പാരലൽ എഡ്ജസുകളെയും റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗ്രാഫ് ജിയിൽ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഈ ഹാമിൽട്ടോണിയൻ സൈക്കിളിനെ ഈ ജി ഡാഷ് എന്ന് പറയുന്ന അതിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫിലും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ നെക്സ്റ്റ് റിസൾട്ട് നോക്കാം. എ ഗ്രാഫ് ജി വിൽ ബി ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഒരു ഗ്രാഫ് ജി ഹാമിൽട്ടോണിയൻ ആവും ഇഫ് ഇറ്റ്സ് അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ. തിരിച്ചും പറയാം, ഒരു ഗ്രാഫിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ആ ഗ്രാഫും എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ നോക്കാം. അതായത് നമ്മൾ ഗ്രാഫ് ജി എന്താണ്, ഹാമിൽട്ടോണിയൻ ആണ് എന്ന് സപ്പോസ് ചെയ്തു. വി ഹാവ് ടു ഷോ ദാറ്റ് ഇറ്റ്സ് അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് എന്താണ് എന്ന് കാണിക്കണം, ഹാമിൽട്ടോണിയൻ ആണ് എന്ന് കാണിക്കണം. ഇനി അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ്, ഒരു ഗ്രാഫ് ജി തന്നാൽ അതിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതെന്തായിരിക്കും, അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് എന്തായിരിക്കും, ഈ ഗ്രാഫ് ജിൻ്റെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കും. ആൻഡ് വി ഒബ്റ്റെയിൻ ഇറ്റ് ഫ്രം ദ ഗ്രാഫ് ജി ബൈ റിമൂവിങ് ഇറ്റ്സ് ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ്. അല്ല, ഈ ഗ്രാഫ് ജിയിൽ നിന്ന് പാരലൽ എഡ്ജസിനെയും ലൂപ്സിനെയും റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സബ് ഗ്രാഫിനെയാണ് നമ്മൾ അതിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് എന്താണെന്നാണ് കാണിക്കേണ്ടത്, ഹാമിൽട്ടോണിയൻ ആണെന്ന് കാണിക്കേണ്ടത്. സോ ജി ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് അതിൽ എന്തുണ്ടാവും, ആ ഗ്രാഫ് ജിയിൽ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യും. അതായത് അതിലെ എല്ലാ വെർട്ടെക്സുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്കിൾ ഗ്രാഫ് ജിയിൽ എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് കാണിക്കേണ്ടത് അതിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫായ ജി ഡാഷ് ഹാമിൽട്ടോണിയൻ ആണെന്നാണ്. സോ ഈ ജി ഡാഷിലെ എല്ലാ വെർട്ടെക്സുകളെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്ന കാണിക്കേണ്ടത്. സോ ജിയും ജി ഡാഷിലും ഉള്ള വ്യത്യാസം എന്താണ്, അതിൽ ലൂപ്സിനെയും പാരലൽ എഡ്ജസിനെയും റിമൂവ് ചെയ്തു. സോ നമ്മളവിടെ റിമൂവ് ചെയ്യുന്നത് എഡ്ജസിനെയാണ്. എല്ലാ വെർട്ടെക്സും എന്താണ്, സെയിം ആയിട്ട് തന്നെ നിൽക്കും, അവിടെ തന്നെ ഉണ്ടാവും. വെർട്ടെക്സിനെ ഒന്നും നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല. സോ ജിയിൽ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടെങ്കിൽ ആ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ റിമെയിൻ എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഇൻ ദി അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഓഫ് ജി. ജിൻ്റെ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫിലും ഈ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ റിമെയിൻ ദർ. കാരണം നമ്മൾ ഈ ജിയിൽ നിന്നും ജി ഡാഷിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഈ പാരലൽ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ ആ സൈക്കിളിൽ ഉൾപ്പെടാത്ത ആ എഡ്ജ് മാത്രം റിമൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ജിയിലുള്ള ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ത് ചെയ്യും, ജി ഡാഷിലും എക്സിസ്റ്റ് ചെയ്യും. സോ ജി ഡാഷിൽ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടെങ്കിൽ ജി ഡാഷ് എന്തായി, ഹാമിൽട്ടോണിയൻ ആയി. സോ ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി ഡാഷും എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഇനി അതിൻ്റെ അതർ പാർട്ട്, അതായത് അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് എന്താണെന്ന് എടുത്തു, ഹാമിൽട്ടോണിയൻ ആണ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് ജി എന്തായിരിക്കും എന്ന് കാണിക്കണം, ഹാമിൽട്ടോണിയൻ ആണ് എന്ന് കാണിക്കണം. സോ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് പറയാം, കാരണം അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് എന്താണ്, ഈ ഗ്രാഫ് ജിയുടെ സബ് ഗ്രാഫാണ് അല്ലേ. അപ്പോൾ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫിൻ്റെ സൂപ്പർ ഗ്രാഫാണ് ജി. സോ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ സൂപ്പർ ഗ്രാഫായ ഗ്രാഫ് ജിയും എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. സോ ഏതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എടുത്താലും അതിൻ്റെ സൂപ്പർ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണ്. സോ അണ്ടർലൈങ് സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ സൂപ്പർ ഗ്രാഫായ ഗ്രാഫ് ജി എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. A simple graph G is called maximal non-Hamiltonian if it is not Hamiltonian but the addition to it of any edge connecting two non-adjacent vertices form a Hamiltonian graph. ഓക്കെ, സോ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതെന്താണ്, ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ്. ഒരു സിമ്പിൾ ഗ്രാഫ് ജിനെ നമ്മൾ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ എപ്പോഴാണ് പറയാം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ. സോ അതെന്തല്ല, അത് ഹാമിൽട്ടോണിയൻ അല്ല. പക്ഷേ അതിലേക്ക് ഉള്ള രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എഡ്ജ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് ദിസ് ഫോംസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ദെൻ വി കോൾ ഗ്രാഫ് ജി ആസ് എ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. അതായത് ഒരു ഗ്രാഫ് ജി അതെന്തല്ല, ഹാമിൽട്ടോണിയൻ അല്ല, പക്ഷേ അതിലെ എന്ത് ചെയ്യുക, അതിലെ ഏതെങ്കിലും രണ്ട് നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, ഒരു എഡ്ജ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആവുകയാണെങ്കിൽ ആ ആദ്യത്തെ ഗ്രാഫിന് നമ്മൾ എന്ത് പറയും, മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയും. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ, ഗ്രാഫ് G2 ഇതെന്തല്ല, ദിസ് ഈസ് നോട്ട് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്
അല്ലേ? സോ ഇവിടെയുള്ള രണ്ട് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് ആണ് ബിയും ഡിയും. ബിയും ഡിയും എന്താണ്? നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് ആണ്. സോ ഈ രണ്ട് എഡ്ജസും നമ്മളിവിടെ വേർട്ടിസസും നമ്മളിവിടെ ഒരു എഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് ഗ്രാഫ് G3 and we know that graph G3 is a Hamiltonian graph because it contains a Hamiltonian cycle DCAB. A, B and D. Okay. Next theorem ആണ് theorem 3.6. Statement നോക്കാം. If G is a simple graph with n vertices where n greater than or equal to 3 and the degree of V is greater than or equal to n by 2 for every vertex of V of G, then G is Hamiltonian. So ഒരു ഗ്രാഫ് G, ഒരു സിമ്പിൾ ഗ്രാഫ് G ഹാമിൽട്ടോണിയൻ ആവാനുള്ള ഒരു കണ്ടീഷനാണ് ഈ തിയറത്തിൽ പറയുന്നത്, അല്ലേ? സോ ഒരു ഗ്രാഫ് G സിമ്പിൾ ഗ്രാഫാണ് ആൻഡ് ഇറ്റ് ഹാസ് n vertices, n is greater than or equal to 3 and degree of each vertex V of G. ഈ ഗ്രാഫ് Gയിലെ ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n by 2 ആണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ ആയിരിക്കും. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, പ്രൂഫ് സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല. നെക്സ്റ്റ് തിയറം നോക്കാം. തിയറം 3.7. Let G be a simple graph with n vertices and let U and V be non-adjacent vertices in G such that degree of U plus degree of V is greater than or equal to n. Let G plus UV denote the supergraph of G obtained by joining U and V by an edge. Then G is Hamiltonian if and only if G plus UV is Hamiltonian. Okay. സോ ഇവിടെ പറയുന്നത് എന്താണ്? G എന്താണ്? ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് ആൻഡ് ഇറ്റ് ഹാസ് n വേർട്ടിസസ്. അതിലുള്ള ഈ n വേർട്ടിസസിലെ രണ്ട് നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ആണ് U ആൻഡ് V. യുവും വിയും എന്താണ്? നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ആണ്. ആൻഡ് ഡിഗ്രി ഓഫ് U പ്ലസ് ഡിഗ്രി ഓഫ് V ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. n എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസ്. സോ ഡിഗ്രി ഓഫ് U പ്ലസ് ഡിഗ്രി ഓഫ് V ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ G പ്ലസ് U V എന്ന് പറയുന്ന ഗ്രാഫ്, ഓക്കെ, ജിയുടെ കൂടെ ഈ യു വി എന്ന് പറയുന്ന ഒരു എഡ്ജ്, നമ്മൾ ഈ യുവും വിയും എന്ത് ചെയ്തു? ജോയിൻ ചെയ്തിട്ട് ഒരു എഡ്ജ് വരച്ചു. യുവും വിയും എന്തായിരുന്നു? നോൺ അഡ്ജസൻ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? യുവും വിയും ജോയിൻ ചെയ്തിട്ട് ഒരു എഡ്ജ് വരച്ചു. അതാണ് യു വി എന്ന് പറയുന്ന എഡ്ജ്. സോ ജി പ്ലസ് യു വി, ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിലേക്ക് ഈ യു വി എന്ന് പറയുന്ന എഡ്ജ് കൂടി ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജി പ്ലസ് യു വി എന്താണ്? ഇറ്റ് ഈസ് എ സൂപ്പർ ഗ്രാഫ് ഓഫ് ദ ഗ്രാഫ് ജി ആണ്. സോ ഇതിൽ പറയുന്നത് എന്താണ്? ദെൻ ജി ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി പ്ലസ് യു വി ഈസ് ഹാമിൽട്ടോണിയൻ. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ ആ റിസൾട്ട് തിരത്തിൽ പറയുന്ന റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്ലോഷർ ഓഫ് എ ഗ്രാഫ്. നെക്സ്റ്റ് ഡെഫിനിഷനാണ്. Let G be a simple graph. If there are two non-adjacent vertices U and V in G such that U1 and V1 in G such that degree of U1 plus degree of V1 is greater than or equal to n in G, join U and V by an edge to form the supergraph G1. Then if there are two non-adjacent vertices U2 and V2 such that degree of U2 plus degree of V2 greater than or equal to n in G1, then join U2 and V2 by an edge to form the supergraph G2. Continue in this way recursively, joining pairs of non-adjacent vertices whose degree sum is at least n until no such pair remains. The final supergraph thus obtained is called the closure of G and is denoted by C of G. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ഗ്രാഫ് ജി ഉണ്ട്. ആ ഗ്രാഫിലെ രണ്ട് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് ആണ് U1 ഉം V1 ഉം. ആൻഡ് ഡിഗ്രി ഓഫ് U1 പ്ലസ് ഡിഗ്രി ഓഫ് V1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ, രണ്ട് നോൺ അഡ്ജസൻ്റ് വേർട്ടിസസ് U1 ഉം V1 ഉം ചൂസ് ചെയ്തു. ഈ U1ൻ്റെയും V1ൻ്റെയും ഡിഗ്രികളുടെ സം, ഡിഗ്രി ഓഫ് U1 പ്ലസ് ഡിഗ്രി ഓഫ് V1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ നമ്മൾ ഈ U1 ഉം V1 ഉം ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ജിയിൽ ഇല്ലാത്തൊരു എഡ്ജാണ് U1 V1 എന്ന് പറഞ്ഞ ജിയിൽ രണ്ട് നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ആണ് U1 V1. സോ ജിയിലില്ലാത്ത ഒരു എഡ്ജാണ് U1 V1 എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിഗ്രി ഓഫ് U1 പ്ലസ് ഡിഗ്രി ഓഫ് V1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ നമ്മൾ ഇതിനെ ജോയിൻ ചെയ്തു. അങ്ങനെ അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? അവിടെ ഒരു പുതിയ എഡ്ജ് U1 V1 എന്ന് കിട്ടുന്നത്. സോ ജി പ്ലസ് U1 V1 എന്ന് കിട്ടും, അല്ലേ? സോ ഇപ്പോൾ അവിടെ എന്തുണ്ട്? U1 V1 എന്ന് പറയുന്ന ഒരു എഡ്ജും കൂടി ഉണ്ട്. അതായത് ജീൻ്റെ കൂടെ അതിലുള്ള എഡ്ജസിൽ കൂടെ ഒരു U1 V1 എന്ന് പറയുന്ന ഒരു എഡ്ജ് കൂടി
ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതിനെ നമ്മൾ G1 ആയിട്ട് ചൂസ് ചെയ്തു. ഇനി G1-ലെ വേർട്ടിസസ് നോക്കുക. G1-ലുള്ള രണ്ട് നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ആണ് U2 ആൻഡ് V2. ആൻഡ് U2-ൻ്റെയും V2-ൻ്റെയും ഡിഗ്രി ഓഫ് U2 പ്ലസ് ഡിഗ്രി ഓഫ് V2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. G1-ലുള്ള രണ്ട് വേർട്ടിസസ് ആണത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ U2 V2 ജോയിൻ ചെയ്യാം. സോ G1-ൽ എന്ത് വരും, G1-ൽ U2 V2 പറഞ്ഞൊരു എഡ്ജ് ഇല്ല. പക്ഷേ G1-ൻ്റെ കൂടെ നമ്മൾ U2 V2 എന്നുള്ള ഒരു എഡ്ജ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് G2 കിട്ടും. ഇനി വീണ്ടും G2-ൽ വീണ്ടും എന്ത് ചെയ്യാം, U3 V3 പറഞ്ഞ രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ഉണ്ട്. അതിൻ്റെ ഡിഗ്രികളുടെ ഡിഗ്രി ഓഫ് U3 പ്ലസ് ഡിഗ്രി ഓഫ് V3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ വീണ്ടും അത് ജോയിൻ ചെയ്യുക, അടുത്ത G3 കിട്ടും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് പെയർ വേർട്ടിസസ് ചൂസ് ചെയ്യാൻ കഴിയാതിരിക്കുക. UN VN എന്ന് പറയുന്ന രണ്ട് പെയർ വേർട്ടിസസ് ചൂസ് ചെയ്യാൻ കഴിയാതിരിക്കുക. സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് UN പ്ലസ് ഡിഗ്രി ഓഫ് VN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n വരുന്ന രീതിയിൽ രണ്ട് വേർട്ടിസസ് ചൂസ് ചെയ്യാൻ കഴിയാത്തൊരു സ്റ്റേജ് വരും. ആ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന, ആ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിനെ ആണ് നമ്മൾ എന്താ പറയുന്നത്, നമ്മളെ ഗ്രാഫ് Gയുടെ ക്ലോഷ്യർ എന്ന് പറയുന്നത്. ആൻഡ് അതിനെ നമ്മൾ C of G എന്നാണ് എഴുതുക. ഓക്കെ, ഫൈനൽ സ്റ്റേജിൽ കിട്ടുന്ന ഗ്രാഫ് അതെന്തായിരിക്കും, നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഗ്രാഫ് Gയുടെ സൂപ്പർ ഗ്രാഫ് ആയിരിക്കും അല്ലേ. ഈ ഗ്രാഫിനെയാണ് നമ്മൾ ആ ഗ്രാഫ് Gയുടെ ക്ലോഷ്യർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ C of G. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഗ്രാഫ് G1 തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്രാഫിലെ രണ്ട് വേർട്ടിസസ് ആണ്, നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് ആണ് U1ഉം V1ഉം. ഇനി ഡിഗ്രി ഓഫ് U1 എന്താണ്, U1-ൻ്റെ ഡിഗ്രി 1 2 3 ആണ്. ഡിഗ്രി ഓഫ് V1 1 2 3 അതും 3 ആണ്. സോ U1-ൻ്റെയും V1-ൻ്റെയും ഡിഗ്രി ആഡ് ചെയ്താൽ നമുക്ക് എന്നിട്ടും D ഓഫ് U1 പ്ലസ് D ഓഫ് V1 ഈക്വൽ ടു 3 പ്ലസ് 3 6 ആണ്. ആൻഡ് ഇതിൽ എത്ര വേർട്ടിസസ് ഉണ്ട്, n എത്രയാണ് ഇവിടെ, n ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 ആണ്. സോ ഇതെന്താണ്, ഡിഗ്രി ഓഫ് U1 പ്ലസ് ഡിഗ്രി ഓഫ് V1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ള ഫോമിൽ എഴുതാം. സോ എന്ത് ചെയ്യുക, ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, സോ ഇതാണ് നമ്മൾ G1 പ്ലസ് U1 V1 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഇനി ഈ രണ്ട് വേർട്ടിസസ് നോക്കൂ. ഈ വെർട്ടിസും ഈ വെർട്ടിസസ്, ടോപ്പിലുള്ള വെർട്ടിസും ഏറ്റവും ബോട്ടത്തിലുള്ള വെർട്ടിസും, അതിൻ്റെ ഡിഗ്രി നോക്കൂ. ഇവിടുത്തെ ഡിഗ്രി എന്താണ്, ടോപ്പിൽ എന്താ ഡിഗ്രി വരുന്നത്, 1 2 3 4 ആണ്. താഴെയോ 1 2 2 ആണ്. സോ 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ള ഫോമിൽ എഴുതാം. സോ എന്ത് ചെയ്യാം, ഇത് രണ്ടും ഈ രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. ഇനി വരുന്ന നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് ഏതൊക്കെയാണ്, ദിസ് വെർട്ടെക്സും എന്താണ്, നോൺ അഡ്ജസൻ്റ് ആണ് അല്ലേ. U1ഉം ഇതിന് ഞാൻ V2 എന്നെടുത്തു. U1ഉം V2 എന്താണ്, നോൺ അഡ്ജസൻ്റ് ആണ്. അതിൻ്റെ ഡിഗ്രി നോക്കൂ, 1 2 3 4 ആണ്. U1-ൻ്റെ ഡിഗ്രി ഇപ്പോൾ എന്താണ്, ഈ സ്റ്റേജിൽ U1-ൻ്റെ ഡിഗ്രി 4 ആണ്. V2-ൻ്റെ ഡിഗ്രി എന്താണ്, 2 ആണ്. അതും സം ചെയ്യുമ്പോൾ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ള ഫോമുല. സോ അതും ജോയിൻ ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഇവിടെ U2 കൺസിഡർ ചെയ്തു. ഇത് U2 ആണ് എടുത്തു. അങ്ങനെയെങ്കിൽ U2 V1 കൺസിഡർ ചെയ്താലും നോൺ അഡ്ജസൻ്റ് ആണ്. അതിൻ്റെയും ഡിഗ്രീൻ്റെ സം ഇവിടെ 1 2 വരും ഡിഗ്രി. ഇവിടെ എന്താണ് ഡിഗ്രി 1 2 3 4. സോ വീണ്ടും അതെന്താണ്, 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ള ഫോമുല. സോ അതും ജോയിൻ ചെയ്തു. അങ്ങനെ ഇത് കംപ്ലീറ്റ് ജോയിൻ ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്നത് K7 എന്ന് പറയുന്ന ഗ്രാഫാണ്. ഈ ഗ്രാഫാണ് കിട്ടുക. ആൻഡ് ദിസ് ഗ്രാഫ് ഇസ് ദ K7 കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 7 വെർട്ടിസസ്. സോ നമ്മൾ G1 എന്ന് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത് ഈ ഗ്രാഫിൻ്റെ ക്ലോഷർ എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 7 വെർട്ടിസസ് K7. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഗ്രാഫിൻ്റെ ക്ലോഷറായിട്ട് നമുക്ക് കിട്ടിയത് K7 ആണ്. ഇനി ഈ ഗ്രാഫ് നോക്കൂ, ഗ്രാഫ് G. ഈ ഗ്രാഫിലെ രണ്ട് വെർട്ടെക്സ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് U1 ആൻഡ് ദിസ് ഈസ് V1. സോ U1-ൻ്റെ ഡിഗ്രി എന്താണ്, U1-ൻ്റെ ഡിഗ്രി 1 2 ആണ്. V1-ൻ്റെ ഡിഗ്രിയോ അതും എന്താണ്, 2 ആണ്. സോ ഡിഗ്രി ഓഫ് U1 പ്ലസ് ഡിഗ്രി ഓഫ് V1 ഇസ് 4 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ വെർട്ടിസസുകളുടെ എണ്ണം 1 2 3 4 5 6 7 ആണ്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ 7 ആണ് അല്ലേ. സോ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ള ഫോമിൽ ഡിഗ്രി ഓഫ് U1 പ്ലസ് ഡിഗ്രി ഓഫ് V1 എഴുതാൻ കഴിയില്ല. സോ ഇതിലുള്ള ഏത് രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഡിഗ്രി ഓഫ് U പ്ലസ് ഡിഗ്രി ഓഫ് V വിൽ ഓൾവേസ് ബി ലെസ് ദാൻ 7 ആയിരിക്കും. സോ നമ്മളവിടെ പറഞ്ഞിരുന്നു, അത് ഡിഗ്രി ഓഫ് U പ്ലസ് ഡിഗ്രി ഓഫ് V ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ അത് ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഏത് രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഡിഗ്രികളുടെ സം എന്താവും, ലെസ് ദാൻ 7 ആവും. സോ നമുക്കത് ജോയിൻ ചെയ്യാൻ കഴിയില്ല. സോ ഈ ഗ്രാഫ് Gൻ്റെ ക്ലോഷർ എന്താണ്, ഈ ഗ്രാഫ് G തന്നെയാണ്. സോ ക്ലോഷർ ഓഫ് G ഈസ് G ഇറ്റ്സെൽഫ്.
നെക്സ്റ്റ് ഒരു തിയറമാണ് തിയറം 3.8. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ സിമ്പിൾ ഗ്രാഫ് ജി ഇസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ക്ലോഷർ സി ഓഫ് ജി ഇസ് ഹാമിൽട്ടോണിയൻ. ഒരു സിമ്പിൾ ഗ്രാഫ് ജി അത് ഹാമിൽട്ടോണിയൻ ആവുന്നുള്ളൂ എപ്പോൾ മാത്രമാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ക്ലോഷർ സി ഓഫ് ജി ഇസ് ഹാമിൽട്ടോണിയൻ. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും പ്രൂവ് ചെയ്യണം അല്ലേ. ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ ക്ലോഷർ സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആണെന്ന് കാണിക്കണം. ആൻഡ് ഒരു ഗ്രാഫിൻ്റെ ക്ലോഷർ സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ആ ഗ്രാഫ് ജിയും ഹാമിൽട്ടോണിയൻ ആണ് എന്ന് കാണിക്കണം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ ക്ലോഷർ സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആണ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം അല്ലേ. ഒരു ഗ്രാഫ് ജിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ്, ആ ഗ്രാഫിൻ്റെ ഒരു സൂപ്പർ ഗ്രാഫാണ്. സോ ഒരു ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിൻ്റെ സൂപ്പർ ഗ്രാഫുകളും എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. സോ സി ഓഫ് ജി ക്ലോഷർ ഓഫ് എ ഗ്രാഫ് എന്താണ്, ഇറ്റ് ഈസ് എ സൂപ്പർ ഗ്രാഫ് ഓഫ് ദ ഗ്രാഫ് ജി. സോ ഈ സി ഓഫ് ജി എന്തായിരിക്കും, അതും ഹാമിൽട്ടോണിയൻ ആയിരിക്കും. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ കാണിച്ചു. ഇനി സെക്കൻഡ് പാർട്ടാണ് പറയേണ്ടത്. അതായത് ഒരു ഗ്രാഫ് ജിയും അതിൻ്റെ ക്ലോഷർ ഹാമിൽട്ടോണിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് ജി എന്താണെന്ന് കാണിക്കണം, ഹാമിൽട്ടോണിയൻ ആണ് എന്ന് കാണിക്കണം. ഇനി അതിൻ്റെ കൺവേഴ്സ് പാർട്ട്. സോ കൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോസ് ദാറ്റ് സി ഓഫ് ജി ഈസ് ഹാമിൽട്ടോണിയൻ. സോ ക്ലോഷർ എന്താണ്, ഇറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ എന്ന് സപ്പോസ് ചെയ്തു. ലെറ്റ് G1 G2 എക്സെട്ര Gk-1 Gk ഈക്വൽ ടു സി ഓഫ് ജി ബൈ ദ സീക്വൻസ് ഓഫ് ഗ്രാഫ്സ് ഒബ്റ്റെയിൻഡ് ബൈ പെർഫോമിംഗ് ദ ക്ലോഷർ പ്രൊസീജിയർ ഓൺ ജി. സോ നമുക്കറിയാം ഒരു ഗ്രാഫ് ജി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോഷർ സി ഓഫ് ജി നമ്മളെങ്ങനെ അതിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തിരുന്നത്, ഈ ജിയിലെ രണ്ട് വെർട്ടിസസ് യു വി, നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് യു വി സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ യു വി ജോയിൻ ചെയ്ത് ജി പ്ലസ് യു വി ആയിട്ട് എന്തെടുക്കും, G1 ചൂസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഈ G1 രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് യു വി ചൂസ് ചെയ്തു സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് യു ആൻഡ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ അതെന്തെയും ആഡ് ചെയ്തിട്ട് G2 ഫോം ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു പെയർ ഓഫ് വെർട്ടിസസ് ഇല്ലാത്തൊരു അവസ്ഥ വരെ ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന രീതിയിൽ രണ്ട് വെർട്ടിസസ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൽ ആ ലാസ്റ്റ് സ്റ്റേജിൽ കിട്ടുന്ന ഗ്രാഫിനെയാണ് നമ്മൾ അതിൻ്റെ ക്ലോഷറായിട്ട് ചൂസ് ചെയ്തിരുന്നത് അല്ലേ. സോ ആ ഓരോ സ്റ്റേജിലും നമുക്ക് കിട്ടുന്ന ഗ്രാഫായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജി, നെക്സ്റ്റ് അതിലേക്ക് ഒരു പെയർ ഓഫ് വെർട്ടിസസിൻ്റെ എഡ്ജ് ജോയിൻ ചെയ്ത് കിട്ടുന്ന എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ G1, നെക്സ്റ്റ് G2 എക്സെട്ര. ലാസ്റ്റത്തെ ഗ്രാഫ് നമ്മൾ GK ആയിട്ട് ചൂസ് ചെയ്തു ആൻഡ് ദാറ്റ് ഈസ് ദ ക്ലോഷർ C ഓഫ് G. Now, since C of G equal to GK is obtained from GK-1 by setting GK equal to GK-1 plus UV, where U, V is a pair of non-adjacent vertices in GK-1 with degree of U plus degree of V greater than or equal to N. സോ ഇവിടെ നോക്കൂ, GK-1 നിന്നും ഈ GK-1 GK അല്ലെ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് GK-1 GKയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സീക്വൻസിലെ രണ്ട് ഗ്രാഫുകളാണ് അല്ലേ. സോ GK-1 ഒരു പെയർ ഓഫ് വെർട്ടിസസ് യു വി എന്ന് പറയുന്ന രണ്ട് വെർട്ടിസസ് രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ആണ്. സോ ദാറ്റ് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന രണ്ട് വെർട്ടിസസ്, ഈ രണ്ട് വെർട്ടിസസിനെയും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഗ്രാഫാണ് GK അല്ലേ. ക്ലോഷറിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാം. സോ GK-1 പ്ലസ് യു വി ആണ് എന്ത് വരുന്നത്, GK ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ് ഇവിടെ എന്താണ് ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിയറം 3.7 റിസൾട്ട് വെച്ചിട്ട് പറയാം GK-1 ഈസ് ഹാമിൽട്ടോണിയൻ. തിയറം 3.7 എന്തായിരുന്നു പറയുന്നത്, ജി ഒരു സിമ്പിൾ ഗ്രാഫ് വിത്ത് എൻ വെർട്ടിസസും യു വി അതിലെ രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് ആണ് സച്ച് ദ ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അങ്ങനെയാണെങ്കിൽ ജി പ്ലസ് ദെൻ ജി ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി പ്ലസ് യു വി ഈസ് ഹാമിൽട്ടോണിയൻ എന്നായിരുന്നു തിയറം 3.7 പറഞ്ഞിരുന്നത്. സോ ആ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ GKന് നമുക്ക് എന്താ എഴുതാം, GK-1 പ്ലസ് യു വി എന്നുള്ള ഫോർമുല എഴുതാം.
സോ അവിടെ പറഞ്ഞിരുന്നത് ജി പ്ലസ് യു വി ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈസ് ഹാമിൽട്ടോണിയൻ എന്നാണ്. സോ ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്താ പറയാം, ജി കെ മൈനസ് വൺ പ്ലസ് യു വി ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി കെ മൈനസ് വൺ ഈസ് ഹാമിൽട്ടോണിയൻ. ആൻഡ് ജി കെ മൈനസ് വൺ പ്ലസ് യു വി എന്താണ്, ഇറ്റ് ഈസ് ജി കെ, അതായത് സി ഓഫ് ജി ആണ്. ആൻഡ് സി ഓഫ് ജി എന്താണ്, ഇറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ. സോ ആ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ജി കെ മൈനസ് വൺ ഈസ് ഹാമിൽട്ടോണിയൻ എന്ന് പറയാം. ഇതേ ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചാൽ ജി കെ മൈനസ് ടു രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് യു വി അതിൻ്റെ ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാവുന്ന രണ്ട് നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ് യു വി. ഈ ജി കെ മൈനസ് ടുവിൻ്റെ കൂടെ ഈ ഒരു എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ജി കെ മൈനസ് വൺ അല്ലേ. സോ വീണ്ടും തിയറം 3.7 വെച്ച് നമ്മൾ എങ്ങനെ പറയാം, ജി കെ മൈനസ് ടു പ്ലസ് യു വി ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി കെ മൈനസ് ടു ഈസ് ഹാമിൽട്ടോണിയൻ. സോ ജി കെ മൈനസ് ടു പ്ലസ് യു വി എന്താണ്, ജി കെ മൈനസ് വൺ ആണ്. അത് നമ്മൾ നേരത്തെ കാണിച്ചു, ദിസ് ഈസ് ഹാമിൽട്ടോണിയൻ. സോ ഈ ജി കെ മൈനസ് ടു പ്ലസ് യു വി ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ജി കെ മൈനസ് ടു ഹാമിൽട്ടോണിയൻ ആണെന്ന് പറയാം. സോ നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് ജി കെ മൈനസ് ത്രീ ഹാമിൽട്ടോണിയൻ ആണ് എന്ന് പറയാം. അങ്ങനെ വന്ന് നമുക്ക് എന്ത് വരെ പറയാം, ജി മസ്റ്റ് ബി ഹാമിൽട്ടോണിയൻ എന്ന് പറയാം. സോ ക്ലോഷർ ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആണ് എന്നെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ജി ഹാമിൽട്ടോണിയൻ ആണെന്ന് കിട്ടി. Next, corollary 3.9. Let G be a simple graph on n vertices with n greater than or equal to 3. If C of G equal to Kn, then G is Hamiltonian. So ഇവിടെ പറയുന്നത് എന്താണ്, G it is a simple graph and it has n vertices where n greater than or equal to 3. Then if C of G equal to Kn, ഒരു ഗ്രാഫ് Gൻ്റെ ക്ലോഷർ എന്താണ്, ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n vertices. സോ G എന്താണ്, n vertices ഉള്ളൊരു ഗ്രാഫും അതിൻ്റെ ക്ലോഷർ ആയിട്ട് കിട്ടുന്ന നമുക്ക് n verticesലുള്ള കംപ്ലീറ്റ് ഗ്രാഫും ആണെങ്കിൽ G എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് കെ എൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. സോ ഇവിടെ നമ്മൾ ഗ്രാഫ് ജിൻ്റെ ക്ലോഷർ സി ഓഫ് ജി എന്താണ്, ഇറ്റ് ഈസ് കെ എൻ ആണ്. ആൻഡ് കെ എൻ എന്താണ്, ഇറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ. സോ ഒരു ഗ്രാഫിൻ്റെ ക്ലോഷർ എന്താണെന്ന് കിട്ടി, ഹാമിൽട്ടോണിയൻ ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നേരത്തെ തിയറം പ്രകാരം നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, ഗ്രാഫ് ജി ഈസ് ഹാമിൽട്ടോണിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ക്ലോഷർ ഈസ് ഹാമിൽട്ടോണിയൻ. സോ ക്ലോഷർ ഇവിടെ എന്താണ്, ഹാമിൽട്ടോണിയൻ ആണ് എന്ന് കിട്ടി. ആൻഡ് therefore by the above theorem ഗ്രാഫ് ജി എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഹാമിൽട്ടോണിയൻ.